പത്രങ്ങളിൽ ഫോട്ടോ വരുന്നത് സിനിമ സംസ്കാരം വളരെ വ്യക്തമായി പറ. അങ്ങനെ സംസ്കാരമൊന്നും ഇല്ല. സിനിമാ സംസ്കാരമേ ഇല്ല. സമൂഹത്തിലുള്ള സംസ്കാരം തന്നെയാണ് സിനിമ. ഇന്ന് സമൂഹത്തിൽ എന്ത് കാണുന്നു അത് തന്നെയാണ് ഇന്ന് സിനിമയിലും കാണുന്നത്. ഇന്ന് സമൂഹത്തിലൊരു കഥാപാത്രം എങ്ങനെയാണോ, ഒരു വ്യക്തി എങ്ങനെയാണോ, അത് തന്നെയാണ് ജ്യോതിഷ്മാർ സിനിമയിൽ ചെയ്യുന്നത്, അത് തന്നെയാണ് മോഹൻലാൽ ചെയ്യുന്നത്, അത് തന്നെയാണ് മമ്മൂട്ടി ചെയ്യുന്നത്. സിനിമാ സംസ്കാരം ഇല്ല. സമൂഹത്തിന്റെ സംസ്കാരമാണ് സിനിമയിൽ പ്രതിഫലിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാവും. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ 60 വയസ്സായിരിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരാദ്യം കണ്ട, അവർക്ക് ഓർമ്മ വെച്ച നാളിൽ കണ്ട 10ാമത്തെ വയസ്സിലോ അവരുടെ മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ കൈപിടിച്ചു പോയി കണ്ട സിനിമ ഭക്തിപ്പടമായിരുന്നു. സത്യമില്ലേ? പുണ്യപുരാണ ചിത്രം, സ്നാപക യോഹന്നാൻ, സമ്പൂർണ്ണ രാമായണം, ഇതൊക്കെയാണ് മുത്തശ്ശി കൊണ്ട് കാണിക്കുന്നത്. 2 അണ ടിക്കറ്റ്, 1 രൂപ ടിക്കറ്റ്. ആ കാലഘട്ടത്തിൽ അന്ന് കാണുന്ന ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കുന്നത് സിനിമയെ പറ്റി നന്മ, സത്യം, ധർമ്മം, പുരാണത്തിലെ ചില കഥകളൊക്കെ. ഇന്നിപ്പോ അത് സീരിയല് കൈയടക്കി. അതിനൊരു സിനിമാ തിയേറ്ററിൽ ഒരു 10 വയസ്സായ 7 വയസ്സായ കുഞ്ഞ് കാണുന്നത് നന്മകൾ മാത്രമാണ്. സിനിമയിൽ നന്മകൾ മാത്രമാണ് കാണുന്നത്. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ നന്മകൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. എന്റെ മോൻ കണ്ടത് ഷക്കീലയുടെ പടം. ഞാൻ അവരെ കുറ്റം പറയാറില്ല, കാരണം അവൻ ജനിച്ച ശേഷമുള്ള കാലഘട്ടം ഇതാണ് അവൻ കണ്ടത്. ഞാൻ കുറ്റം പറയുന്നത്. ഇത് കാണിക്കുന്നു, കാണിക്കാൻ ആൾക്കാർ റെഡി, അതെടുക്കാൻ നിർമ്മാതാക്കൾ റെഡി. ദൈവസ്തംഭം മഹാചര്യം, നമുക്ക് കിട്ടണം പണം, അത് തന്നെയാണ് നിർമ്മാതാവിന്റെ ഉദ്ദേശം. ഇത് കാണിക്കരുത് എന്നാലും വിചാരിക്കുന്നില്ല. അവര് ഷക്കീലയും കുറ്റം പറയുന്നില്ല. എന്നെ പോലൊരു താരമാണ്. ഞാനും വളരെ വൃത്തികെട്ട വേഷങ്ങൾ കോണം കൊടുത്തോണ്ട് അഭിനയിച്ചിട്ടുണ്ട്. കൃഷ്ണപരിസരത്തുള്ളിൽ പ്രമേലയുടെ മുമ്പിൽ കോണം കൊടുത്തോണ്ട് തിരിഞ്ഞു വന്നു. കോണം കൊടുത്തോണ്ട് നമ്മുടെ ക്യാമറയിൽ എങ്ങനെ കാണിക്കും? ക്യാമറയിൽ ശ്രീകൃഷ്ണ പരിസരത്തൊരു പടം. എനിക്കൊരു ഉടുപ്പില്ല, കാരണം ഒരു നടനായി ജനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യണം. പക്ഷെ അത് മുൻഭാഗം എടുക്കണോ പിൻഭാഗം എടുക്കണോ സംവിധായകന്റെ സംസ്കാരം, അത് കാണണോ വേണ്ടോ ചിന്തിക്കുന്ന ജനങ്ങളുടെ സംസ്കാരം. ഇതെല്ലാം കൂടി സിനിമാക്കാരുടെ ഒരു കുറ്റമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. സമൂഹത്തിന്റെ ഒരു കുറ്റമുണ്ട്. നിങ്ങൾ എന്തിനത്തരം ചിത്രങ്ങൾ കാണുന്നു? ബിക്കോസ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണല്ലോ കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ സിനിമയുടെ തരക്കം മുഴുവൻ ഷക്കീലയായിരുന്നു. അന്ന് മമ്മൂട്ടിക്ക് മോഹൻലാലിനൊന്നും വലിയ മാർക്കറ്റ് ഇല്ല. ഷക്കീലയുടെ ഒരു പടം തീർക്കാനായിട്ട് എനിക്ക് ഷക്കീലയോട് ബഹുമാനവും സ്നേഹമാണ്. കാരണം ഒരു 15 ദിവസം കൊണ്ട് എടുക്കുന്ന സിനിമ 1.5 കോടിയിലേറെയാണ് കളക്ട് ചെയ്തതെന്ന്. അതൊക്കെ കോളേജിലെ പിള്ളേർ വന്നിരുന്ന് കാണുന്നു എന്നുള്ള. അപ്പൊ ഈ കോളേജിലെ പിള്ളേർക്കൊക്കെ ഞാൻ കാണുന്നു, ഞാൻ കോളേജിൽ പഠിച്ച സമയത്തൊന്നും എനിക്ക് ഇങ്ങനൊരു സിനിമ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. പകരം സുബ്രഹ്മണ്യ ചരിതം, ശ്രീരാമന്റെ ചരിതം, സ്നാപക യോഹന്നാൻ, ഇതൊക്കെയാണല്ലോ. എന്തൊരു വൃത്തികെട്ട നിർമ്മാതാക്കളായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഷക്കീലെ പോലെയുള്ള ഇത്രയും വലിയ സാധനങ്ങളുള്ള ഒരു സ്ത്രീ ഇറങ്ങിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്നു. അത് ആ കാലഘട്ടത്തിന്റെ സംസ്കാരം. അപ്പൊ ആ സമൂഹത്തിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്ന സമൂഹത്തിൽ വന്നതാണ് ഈ മാറ്റങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു നിശ്ചിതമായ സിനിമാ സംസ്കാരം ഇല്ല. ഇന്ന് ഒരു സിനിമയിൽ ബോഡി ഗാർഡ് എന്നൊക്കെ പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ഒരു കാരണമുള്ള ബൈക്കിൽ വരിക, ചങ്ങലയായിട്ട് ഏത് വീട്ടിലും കയറി ഇപ്പൊ വീട്ടമ്മയെ കട്ടിൽ കെട്ടിയിട്ടിട്ട് എന്തൊക്കെ അടിച്ചോണ്ട് പോയത്. ഉടനെ അതങ്ങ് ചെയ്യുക, അത് ജനം കൈയടി. ഇന്നത്തെ സംസ്കാരം പെറ്റ തള്ളെ തല്ലുന്ന നായകന് കൈയടി, സ്വന്തം അച്ഛന്റെ മുഖത്ത് കാർത്തിച്ച് തുപ്പുന്നവന് കൈയടി, വിസിൽ. ഇനി വിസിലും കൈയടിയും കിട്ടിയില്ലെങ്കിൽ സ്വന്തം കാശ് കൊടുത്ത് നടൻ തന്നെ ഫാൻസിനെ ഉണ്ടാക്കി വെച്ചേക്കും. കേരള കയ്യടിക്കട. പണ്ടതല്ല, പണ്ട് മനസ്സിൽ നിന്ന് ഇഷ്ടപ്പെട്ട് കയ്യടി വാങ്ങുന്നതാണ്. അങ്ങനെ കയ്യടി വാങ്ങുന്ന ഒരൊറ്റ കലാകാരനുള്ള പാട്ട് യേശുദാസ്. എന്തുകൊണ്ടാണ് യേശുദാസ് ഫാൻസ് അസോസിയേഷൻ കേരളത്തിൽ ഇല്ലാത്തത്? എന്തുകൊണ്ട് മുഹമ്മദ് അലി റാഫി ഫാൻസ് അസോസിയേഷൻ കേരളത്തിൽ? എന്താ ലതാ മങ്കേഷ്കർ ഫാൻസ് ഇന്ത്യയിൽ ഇല്ലാത്തത്? ഇതെല്ലാം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി കാശ് കൊടുത്തുണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്, യാതൊരു സംശയവും. ഞാൻ ജനിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഞാനൊരു രാഷ്ട്രീയക്കാരനോ നടനോ ആവും.
രണ്ടിലും അഭിനയം ആവശ്യമാണ്, അല്ലേ? രണ്ടിലും ഭയങ്കരമായ അഭിനയം ആവശ്യമാണ്. രാഷ്ട്രീയക്കാർക്ക് മേക്കപ്പ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ മീശ വെക്കണം, കോണാൻ കൊടുക്കണം, അല്ലെങ്കിൽ നിക്കറിടണം, പല വേഷങ്ങൾ ഇടണം. അതും അഭിനയം തന്നെയാണ്. ഇതും സമൂഹത്തിന്റെ മുമ്പിലാണ്. രാഷ്ട്രീയക്കാരന് അഭിനയിക്കാൻ പാടില്ല എന്നാണ്. നടൻ അഭിനയിക്കുക തന്നെ വേണം. അപ്പൊ ആ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 37 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇപ്പൊ ഒരു ഓർമ്മ, ഇപ്പോഴത്തെ സംസ്കാരത്തെ പറ്റി ഓർമ്മ, സിനിമാ സംസ്കാരത്തെ പറ്റി ബെർണാഡ് ഷായുടെ ഏറ്റവും വലിയ പ്രശസ്തമായ ഒരു മൊഴിയാണ് ഡെമോക്രസിയെ പറ്റി. ഡെമോക്രസി ഈസ് ബൈ ദ ഫൂൾസ്, ഫോർ ദ ഫൂൾസ്, ഓഫ് ദ ഫൂൾസ്. സിനിമയോട് തന്നെയാണ് ഡെമോക്രസി എന്ന വാക്ക് മാറ്റിയാൽ മതി. സിനിമ ബൈ ദ ഫൂൾസ്, ഓഫ് ദ ഫൂൾസ്, ഫോർ ദ ഫൂൾസ്. അതിൽ ഞാൻ ഭാഗവാക്കാണ്, ഇല്ലാന്ന് പറയുന്നത്. കാരണം സമൂഹത്തിൽ പ്രതിഫലിക്കുന്നത് എന്തൊക്കെയോ അതൊക്കെയാണ് നമ്മൾ സിനിമയാക്കുന്നത്. ഇന്നൊരു ദിവസത്തെ പത്രം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 ബലാത്സംഗവും, 4 കൊലപാതകവും, 7 കൈക്കൂലിയും, 6 പാരവെപ്പും. ഇതല്ലാതെ വേറെ ഒന്നുമില്ല പത്രങ്ങളിൽ കാണുക. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും പലരും പല രീതിയിൽ ഇരുന്ന് പറയും. എന്റേതല്ല നിന്റേതാണ്, എന്റേതല്ല നിന്റേതാണ്, ഇങ്ങനെ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊരു ന്യൂനപക്ഷമാണിപ്പോ. അതായത് അറിവുള്ളവർ ന്യൂനപക്ഷമായിട്ട് ചുരുങ്ങുന്ന ഒരവസ്ഥ ലോകത്തിൽ എവിടെയും ഏത് രാജ്യത്തും വരും. പിന്നെ ഈ അറിവും വിവേകവും ഉള്ളവർ ഭൂരിപക്ഷമാകുന്ന ഒരവസ്ഥ വരും. ആ ഭൂരിപക്ഷമാകുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ പറയുന്ന റിഫോർമേഷൻ, നവോത്ഥാനം എന്ന് പറയുന്ന വരുന്ന അപ്പോഴാണ്. അല്ലെങ്കിൽ റിനൈസാൻസ്, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ അത് ഫ്രാൻസിൽ ഉണ്ടായിട്ടുണ്ട്, റഷ്യയിൽ ഉണ്ടാകാൻ പോകുന്നു, ഇന്ത്യയിൽ ഉണ്ടാവും. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഈ രണ്ടുമില്ലാത്ത ഒരു അധപ്പതനത്തിന്റെ ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രതിഭകളില്ലാത്ത കുറവല്ല. ഇവിടെ ഉള്ളവരെല്ലാം ലോക ജനതയിൽ വെച്ച് നോക്കിയാൽ ഇത്രയും പ്രതിഭയും ഇത്രയും കഴിവും ഇത്രയും എഫിഷ്യന്റുമായിട്ടുള്ള ഒരു സമൂഹം വേറെ ഇല്ല എന്നുള്ള. ഇപ്പൊ പത്രത്തിൽ കണ്ടാണ് ഏറ്റവും പൊക്കം കൂടിയ കെട്ടിടം ലോകത്തിൽ ഉയർന്നിരിക്കുന്നത് ദുബായിലാണ്. അതിന്റെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങും ബാക്കി കാര്യങ്ങൾ ചെയ്തൊക്കെ മലയാളികൾ ഉണ്ട് എന്നുള്ള. മനോരമയിൽ ഒരു വ്യക്തിയെ പറ്റി ഒരു ലേഖനം കണ്ടു, ഒരു വാർത്ത കണ്ടു. അതിന്റെ മുഴുവൻ ചുമതല അങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളുടെയും പിന്നിൽ, എല്ലാ ഉയർച്ചയുടെയും പിന്നിൽ മലയാളികളുടെ വിയർപ്പും മലയാളികളുടെ ബുദ്ധിയുമുണ്ട്. ഇന്ത്യക്കാരൻ്റെ എന്ന് പറയണം, ഞാൻ മലയാളികൾ പറയാൻ പാടില്ല. ഇന്ത്യക്കാരന്റെ വിയർപ്പും ബുദ്ധിയും എല്ലാം ഉണ്ട്. ഈ ബുദ്ധിയും വിയർപ്പും ഇവിടെ ചിന്തിക്കാൻ അവർക്ക്, നമ്മുടെ ഇന്ത്യൻ സഹോദരങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ട് അവിടെ പോയി എന്നുള്ളത്? ജീവിത സാഹചര്യങ്ങൾ ഇവിടെ ഇങ്ങനെയായി. ചുമട് കാൽപ്പണം, ചുമട്ടുകൂലി മുക്കാൽപ്പണം എന്നുള്ള അവസ്ഥയിലായി പോയിരിക്കുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി അന്യ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. നമ്മൾ ബൈബിളിലൊക്കെ വായിച്ചിട്ടുണ്ട് മൈഗ്രേഷൻ. പഴയ കാലത്ത് എന്താ ഒരു ഇതാക്കുണ്ടല്ലോ എല്ലാരും ഈ എക്സോഡസ് അങ്ങനെ ഒരു പടം എടുത്തു, 7 നില പൊട്ടിപ്പോയി. പുറപ്പാട്, എക്സോഡസ്, ദ ഗ്രേറ്റ് എക്സോഡസ്. ജീവിക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ പ്രയാണം ബൈബിളിൽ തന്നെ ഉണ്ടെന്ന്. ആ രീതിയിൽ അല്ലെങ്കിലും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന സഹോദരങ്ങൾ പോയിരിക്കുന്നതും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സോഡസ് തന്നെയാണ്. ജീവിക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. അല്ലാതെ ആ നാട്ടിലൊക്കെ സംതൃപ്തി പോയതൊക്കെ ഐശ്വര്യം അവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ടല്ല. കുടുംബ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മളിൽ ഏറെ സഹോദരന്മാരും അവിടെ പോയത്. കാരണം നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്കൊരു സുരക്ഷ ഇല്ലാതാവുമ്പോഴാണ് അതെല്ലാം ചെയ്തു പോകുന്നത്. ഇതൊക്കെ ബോധപൂർവ്വം ആരും പറയാറില്ല എന്നുള്ളൂ. പോകുന്നവരും അത് പറയാറില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട് വിട്ടതെന്ന് ചോദിച്ചാൽ അവിടെ ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്ന് ഒരു പ്രവാസിയും പറഞ്ഞിട്ടില്ല. അച്ഛനിവിടെ ജോലിയായിരുന്നു. അങ്ങനെ അച്ഛൻ വിളിച്ചപ്പോൾ ഞാനിഞ്ഞു പോന്നു. അച്ഛൻ മരിച്ചാൽ ശവപ്പെട്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ ജോലി എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ ശേഷം ഈന്തപ്പഴക്കാണ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പണ്ട് കൊച്ചിലെ ഞാൻ ജനിച്ചപ്പോൾ അമ്മ ഈന്തപ്പഴം അണ്ണാക്കിലോട്ട് തള്ളി തന്നുകൊണ്ട് ടേസ്റ്റ് കൂട്ടാണ് ഞാനോട് എന്നൊക്കെ പലരും പറയുന്നത്. അതല്ല, ജീവിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ഈ പറഞ്ഞ ദുബായ്, കുവൈറ്റ്, മസ്കറ്റ് ഇവിടെയൊക്കെ പോയിട്ടപ്പോഴും ഒരുപാട് മലയാളികളെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം പ്രായമായി നിൽക്കുന്ന പെങ്ങന്മാർ കുടുംബത്തിന്റെ അന്തസ്സിനനുസരിച്ച് കെട്ടിച്ചു വിടണം.
വയസ്സായിരിക്കുന്ന അപ്പനും അമ്മയും അവരെ നോക്കണം. മൂത്ത മകനാണ് ഇതിന്റെ എല്ലാം ചുമതല. മൂത്ത മകനാണ് ഏത് കുടുംബത്തിലും വലിയ അത്താണ്. എല്ലാ കുരിശും ചുമക്കുന്നവൻ, എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങുന്നവൻ, എന്തിനും ക്ഷമിക്കപ്പെടുന്നവൻ, ഏതിന് അവസാനം 10 പൈസയ്ക്ക് വിലയില്ലാതെ പുറന്തള്ളപ്പെടുന്നവൻ ഇവൻ തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ സമൂഹം. ഇത് മനസ്സിലാക്കി തന്നെയാണ് പോയിരിക്കുന്നത്. എന്നിട്ട് ഇയാൾ അവിടെ സിനിമാ സംസ്കാരമാണ് ഈ പറയുന്നത്. അങ്ങനെ കഥകളുണ്ട്, അറബിക്കഥ എന്നൊക്കെ പറഞ്ഞ സിനിമകൾ അങ്ങനെയാണ്. അങ്ങനെ ഈ ചേട്ടൻ അവിടെ ചെന്ന് അധ്വാനിക്കുമ്പോ വേസ്റ്റ് അളിയന്മാരുണ്ട് വീട്ടിൽ, വെറും വേസ്റ്റ്. അണ്ടർവേർഡിൽ വിടാതെ മുണ്ടും മടക്കി കുത്തി ജംഗ്ഷനിൽ നിന്നിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുന്ന അളിയന്മാർ. ഈ അളിയന്മാരുടെ മൊബൈൽ കാണും, നല്ല സെന്റ് പൂശിയിട്ടുണ്ട് കക്ഷത്തിൽ. ഇവനൊക്കെ പാടത്ത് പോയി പണി ചെയ്താൽ അവന്റെ സഹോദരിയെ പുറത്താം. 10 പൈസ കൊടുക്കത്തില്ല. എന്നെ ഒന്നും ചെയ്തില്ല, ഗൾഫിലോട്ട് വന്നിക്ക അളിയൻ അവിടെ ഇല്ലയോ, വിസ വരും മറ്റന്നാണ്. ഭാര്യയുടെ ജോലി എന്താ, ഓരോ ലീവിന് ഓരോ കുട്ടിയെ പ്രസവിച്ചു കൊടുക്കും. ആ സ്ത്രീ വേറെ എന്തോന്നി ഇയാള് ലീവിന് വരുമ്പോ അതെല്ലാം. ഇപ്പൊ അതും നടക്കത്തില്ല, TV സീരിയൽ അതും നടക്കത്തില്ല. എപ്പോ നോക്കിയാൽ TV സീരിയലിന്റെ ഫ്രണ്ടിലേ ഉള്ളൂ നമ്മുടെ പിള്ളേർ. എന്റെ ഭാര്യ കിടക്കാം. എനിക്ക് പിന്നെ എന്റെ ആവശ്യമില്ല, പിള്ളേരുടെ ആവശ്യമില്ല. ഭാഗ്യം പിള്ളേർ അതിനുമ്പ് ഉണ്ടായി. ഏതാണ്ട് ഏഷ്യാനെറ്റൊക്കെ പച്ച പിടിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പിള്ളേരെ ഉണ്ടാക്കിയെടുത്തത് എന്റെ ഭാഗ്യം. ഇപ്പൊ ഈ ചാനലിൽ ഇടയ്ക്കുള്ള ഭർത്താക്കന്മാരുടെ ആവശ്യം എന്താ, ഈ കമ്പിളിഷ്ടം ആ ഗർഭം എന്തായെന്ന് അറിഞ്ഞോട്ടെ. സത്യമായി ഓരോ വീട്ടിൽ നടക്കുമ്പോഴത്തേക്ക് എപ്പോഴും 6-6:30 മണിക്ക്. പണ്ട് ഒരു കാലത്ത് നമ്മൾ കൊല്ലത്തൂടെയോ അല്ലെ തിരുവനന്തപുരത്തൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ ഭാഗത്തിന് മുമ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ സ്വർഗസ്നായ പിതാവ് അന്നേക്കുള്ള അപ്പം നിങ്ങൾക്ക് തരയണമേ കർത്താവ് പ്രാർത്ഥന. അത് കഴിഞ്ഞ് ഹിന്ദു പറഞ്ഞ രാമ 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 രാമ. മിക്കവാറും വീട്ടിലെ മൂത്ത പെൺകുട്ടികളായിരിക്കും അത് ചെയ്യുന്നത്. ഇത് കേട്ടാണ് നമ്മൾ റോഡിൽ കിടന്നു. ഇപ്പൊ അതല്ല, ഒരു വീട്ടിൽ പഠിക്കുമ്പോൾ കാലം പോകുന്നു, എന്തിനു വന്നിരിക്കുന്നു, ഇറങ്ങി പോണാണ്. ഏതോ ഒരു ചാനലില് ഒരു സംഭാഷണം. അത് ഈ ഭർത്താവ് ജോലി കഴിഞ്ഞ് പോവാ, അതിന്റെ ബാങ്കിലെ ലോൺ അത് അടയ്ക്കണം, അത് കഴിഞ്ഞാൽ മോടെ ഫീസ് കൊടുക്കണം, അത് കഴിഞ്ഞ് ഇതുമായിട്ട് റോഡിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് കയറി വന്നിരിക്കുന്ന കാലമാണ്. എന്തിനിപ്പോ ആ വീട്ടിലോട് വേറൊരു ചാനലിലോട് നടക്കാൻ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഇറങ്ങിപ്പോടാ പട്ടി എത്ര പറഞ്ഞതിന്റെ മുമ്പില് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ കേൾക്കില്ല. കംപ്ലീറ്റ് ഇമേഴ്സ്ഡാണ്. 3 പിള്ളേരെ പെറ്റ തള്ള ഇരിഞ്ഞ് കൂടെ ഒരു വേസ്റ്റ് നാത്തൂനും കാണും. ചുമ്മാ വെറുതെ വന്നിരിക്കുക. ഇവിടെ ഇച്ചിരി സൗകര്യമില്ല, എന്നാ പിന്നെ അവിടെ കയറി മേങ്ങി കാണാനാണ് വന്നിരിക്കുക. പിന്നെ മറ്റേ അന്തറില്ലാത്ത അളിയന് അവന് കാണാൻ, അവന് ഈ സമയത്ത് സീരിയലും താല്പര്യമില്ല. അളിയനെ കാണാൻ വെള്ളോട് ഇയാള് പട്ടി പണിയുന്ന പോലെ പണിഞ്ഞിട്ട് ജോലി കയറി വരിക. പാവം വേലക്കാരിക്ക് അവിടെ ഇരിക്കാൻ സീറ്റില്ല. അവരടുക്കളയുടെ ഭാഗത്തെങ്ങാനും നിൽക്കും. അവിടെ അറിയാതെ ഒന്ന് തോണ്ടിപ്പോയ പീഡനമായി. കാരണം വിശപ്പിന് ആഹാരം കഴിക്കാം. ഇതിനെന്നാ ചെയ്യും? അവിടെ നിൽക്കുന്നു നമ്മുടെ സംസ്കാരം. ഇത് സിനിമയിൽ കാണിച്ചാൽ ഈ ചിരി നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായതുപോലെ ഉണ്ടാവും. ഇത് നടക്കുന്ന സംഭവം. ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ ഒരു സീനായിട്ട് കാണിച്ചു. നിങ്ങളെല്ലാം ചിരിക്കുമെന്ന് എനിക്കറിയാം. ശ്രീനിവാസനോട് പറഞ്ഞാൽ മനോഹരമായിട്ട് ഇത് എഴുതുകയും ചെയ്യും. സിബി മലയിലോ ലാലു ജോസോ അല്ലെ ലാൽ ജോസോ പ്രൊഡ്യൂസറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ഇത് അവര് ഷൂട്ട് ചെയ്യുകയും ചെയ്യും. ഇത് ഇപ്പൊ നടക്കുന്ന സംഭവം. ഇത് എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് കാരണം നമ്മുടെ ശ്രദ്ധകൾ മാറിയിരിക്കുന്നു. പല കാര്യങ്ങളും നമ്മൾ വിദേശീയരുടെ പല കാര്യങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം നമ്മുടേതായ പല കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ഏറ്റവും വലിയ കാര്യം നമ്മുടെ കുടുംബമാണ്. ഈ കുടുംബത്തിന്റെ കുട്ടികളുടെ മേലുള്ള ശ്രദ്ധ, ഭർത്താവിന്റെ മേലുള്ള ശ്രദ്ധ. ഒരു ഭാര്യയ്ക്ക് ഭയങ്കര കടമകളുണ്ട്, സ്ത്രീകളോട് പറയേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി അത് അയാൾ മോശം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ, അയാൾ മോശമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടോ? അത് സമൂഹം. ഒരു സ്ത്രീ ഒരിക്കലും അല്ലാത്ത രീതിയിൽ സഞ്ചരിക്കുവാൻ സമൂഹം വിധിക്കുന്നില്ല. സ്ത്രീ സ്വതന്ത്രമർഹതി എന്നാണ്. ഒരു സ്ത്രീയെ സ്വതന്ത്രമായി ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കരുത് എന്നാണ് പുരാതനമായ ശാസ്ത്രങ്ങൾ പറയുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് പലരും വിവക്ഷിച്ചിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യമല്ല. സ്ത്രീ സ്വതന്ത്രമർഹതി,
സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുവാൻ ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുന്ന ഒരു കുടുംബമോ ഭർത്താവോ ഉണ്ട് എങ്കിൽ ആ സ്ത്രീ വഴിതെറ്റി പോകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം പലരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, പലരുടെ ആജ്ഞകളും അനുസരിക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ട് തന്നെയാണ് പൂർവികർ തീരുമാനിച്ചിരിക്കുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത് നീ ആഹാരം കഴിച്ചില്ലെങ്കിലും അവൾക്ക് ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞത്. അവർ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് 4 ആണിയിൽ ആ പാവത്തിനെ അടിച്ചാൽ. അന്നത്തെ കാലത്ത് വളരെ വിവരമുള്ള ഒരുത്തരാണ്. എനിക്ക് ക്രൈസ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്, ദൈവപുത്രൻ എന്ന രീതിയിലല്ല. ദി മോസ്റ്റ് സിൻസിയർ ഹ്യൂമൻ the world has ever seen, that is Christ, no doubt. ബാക്കി ഹിന്ദു സന്യാസിമാരേക്ക് എനിക്ക് പുച്ഛമാണ്, ഞാൻ അതിലൊന്നും വിശ്വസിക്കുക. അങ്ങനെ ഒരു സന്യാസി അവതരിപ്പിച്ച് നിങ്ങളുടെ കൈയടി നേടിയതാണ് മകന്റെ അച്ഛൻ. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷയമല്ല. ദി വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് the world has given to us. കാലത്തെ മാറ്റിയവനാണ് എന്നുള്ള AD എന്നുള്ളത് BC ആക്കി കളഞ്ഞവനാണ്. ഒരു തെറ്റും ചെയ്യാതിരുന്ന ഒരു പാപത്തിനെ നിങ്ങൾ സ്നേഹിക്കുക. അയാൾക്ക് സമ്പത്തില്ല, ഭരണവർഗത്തിൽ യാതൊരു സ്വാധീനവുമില്ല. വെറുതെ ഒരു പാർക്കിൽ പോയി 12 പേരുമായിട്ട് ഇരുന്ന് കൊച്ചു വർത്തമാനം പോലും അല്ല, കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വ്യഭിചാരിണി മഗ്ദലേന മറിയ അവർക്ക് ഇഷ്ടമില്ലാത്തവരോട് വശമതരാകില്ല എന്ന് പറഞ്ഞതാണ്. സത്യമല്ലേ? ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനോടൊത്ത് കിടന്നു കൊടുക്കാൻ പറ്റും? സത്യമല്ലേ സ്ത്രീ പറഞ്ഞത്? അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ. ആരും കല്ലെറിഞ്ഞില്ല, ക്രിസ്തുവിന്റെ എറിയാൻ കല്ലെറിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ ദൗർബല്യങ്ങളുള്ള ആളായിരുന്നു, മനുഷ്യന്റെ ദൗർബല്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന ആളായിരുന്നു, അറിവുള്ളവനായിരുന്നു, തേജസ്വിയായിരുന്നു, കാണാൻ സുന്ദരനായിരുന്നു, മിടുക്കനായിരുന്നു. അധകൃത വംശനായി പോയി എന്നുള്ളതേ മാത്രമേ. സമുന്നതനായ സവർണ സമുദായം അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മരപ്പണിക്കാരനായിരുന്നു, ജോസഫ്. ഭരണതലത്തിൽ യാതൊരു സ്വാധീനവുമില്ല. അങ്ങനെയുള്ള നിന്നെ ഇവിടെ വെച്ച് വാഴിക്കുന്നില്ല. എന്നും ഭരണവർഗം അങ്ങനെ തന്നെ ആയിരുന്നു ഇന്നു വരെ. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, he has changed. Anno Domini AD 2 BC before Christ. കാലത്തെ മാറ്റിമറിച്ചവൻ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറി, അവന്റെ കഥ എന്നുള്ളതാണ്. കൃഷ്ണനെ സംബന്ധിച്ച് അത് തന്നെയാണ്. അന്നത്തെ ഒരു ഭരണവ്യവസ്ഥയെ മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിച്ച കൂട്ടത്തിൽ അനുഭവിച്ച യാതനകളും ശിക്ഷകളും ഒരുപാട് പഴികേട്ട് അതെല്ലാം ശരി. വളരെ ദാരുണമായ അന്ത്യമായിരുന്നു അദ്ദേഹത്തിന്. ഒരുത്തരം അമ്പെയ്ത് കൊല്ലുകയായിരുന്നു. ഗാന്ധിജിയുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ലോകത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ഒരു നല്ല അന്ത്യമില്ല എന്നുള്ള. പക്ഷേ they have changed the history. അതാണ് ഹിസ്റ്ററി, ചരിത്രം. ഇത് നമ്മൾ സിനിമയാക്കുമ്പോൾ ഇത് തന്നെ നമ്മൾ സിനിമയാക്കണം. അതുകൊണ്ടാണ് സിനിമയ്ക്ക് വ്യക്തമായ ഒരു സംസ്കാരം ഇല്ല എന്ന് പറയുന്നത്. ഇന്നത്തെ സിനിമകളിൽ കൂടുതൽ വയലൻസിനും ഈ പറഞ്ഞ പോലെ എന്ത് പോഴത്തരം കാണിച്ചാലും അതിന് കൈയടിക്കാൻ കുറെ ആൾക്കാർ. അതിന് പ്രത്യേകിച്ച് കോളേജിലെ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളും ഉണ്ട്. കാരണം അത് അവരുടെ കുറ്റമല്ല. ഇന്ന് നമ്മുടെ കാർ മോഷണം, വാഹന മോഷണം, ഒറ്റ മധ്യവയസ്കന്മാരും ഇല്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. 60 വയസ്സ് കഴിഞ്ഞവരാരും ഇല്ല. നമ്മുടെ അധ്യക്ഷന്റെ പ്രായത്തിലുള്ള ആരും ഇല്ല. എല്ലാം ചെറുപ്പക്കാരും. അശോക ഹോട്ടലിൽ കയറി വെടിവെക്കുന്നവര്, അത് കഴിഞ്ഞാൽ ബോംബ് വെക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരാണെന്ന് ആലോചിക്കണം. ആരും മണ്ടന്മാരല്ല. MAയും PhD ഒക്കെ പഠിച്ചവരാണ്. അവരെന്റെ ധർമ്മത്തിനെതിരായിട്ട് ചിന്തിക്കുന്നു, സത്യത്തിനെതിരായിട്ട് ചിന്തിക്കുന്നു. ധർമ്മം അവർക്ക് കിട്ടുന്നില്ല, സത്യം അവർക്ക് കിട്ടുന്നില്ല, ന്യായം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആവാം ചിലപ്പോ ആ ന്യൂനപക്ഷം ഭൂരിപക്ഷമായേക്കാം നാളെ. അത് കഴിഞ്ഞാൽ പിടിച്ചു പറയും. അതൊരുപക്ഷെ അലസത അതുകൊണ്ടാവാം. കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും മണ്ണിൽ നിന്ന് പൊട്ടിമുളച്ചവരല്ലോ ഈ കുഞ്ഞുങ്ങളാരും. അതിന് അതിൻ്റെതായ ജൈവ പ്രക്രിയകളോട് വേണമല്ലോ ഒരു കുട്ടിക്ക് ജന്മം ഉണ്ടാകാൻ. അങ്ങനെ ഉണ്ടാകുന്ന കൂട്ടത്തിൽ മാതാപിതാക്കളുടെ ധർമ്മം എന്താണ്? അവരെ നല്ല രീതിയിൽ നല്ല പ്രജയാക്കി വളർത്തുക എന്നുള്ളതാണ്.
വളർത്താൻ അവർ മടി കാണിക്കുകയാണോ? വളർത്താൻ അവർക്ക് സാഹചര്യങ്ങളില്ലേ? അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട എന്ന് വിചാരിച്ചതാണോ? ഒരു കുഞ്ഞും ജനിക്കുമ്പോ തീവ്രവാദിയോ കൊലപാതകിയോ ഹിംസാവാദിയോ അല്ല, സത്യമല്ലേ? ഒരു പെൺകുഞ്ഞും ജനിക്കുമ്പോൾ വേശ്യകളല്ല. ഒരാൺകുഞ്ഞും ജനിക്കുമ്പോൾ തീവ്രവാദിയല്ല. സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, അതിനൊക്കെ ഉപദേശങ്ങൾ കിട്ടാത്തത് കൊണ്ടാവാം. അങ്ങനല്ലേ സത്യം? വീട്ടിലുള്ള കുഞ്ഞ് ആദ്യത്തെ അമ്മ, അപ്പ അല്ല പപ്പ എന്ന് ഉച്ചരിക്കുന്നത് അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കാതെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആന്ധ്രയിൽ സംസാരിക്കുന്ന ഒരു കുട്ടി തെലുങ്കിൽ സംസാരിക്കുന്നു, തമിഴ്നാട് ജനിക്കുന്ന ഒരു കുട്ടി തമിഴിൽ സംസാരിക്കുന്നു, മലയാളത്തിൽ ജനിക്കുന്ന കുട്ടി മലയാളത്തിൽ സംസാരിക്കുന്നു? അപ്പനും അമ്മയിൽ നിന്നൊക്കെ കേട്ട് തന്നെയാണ് അത് വളരുന്നത്. വീട്ടിലെ അവസ്ഥ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും കുട്ടികളുടെ മനസ്സിലുണ്ടാവുക. വീട്ടിലൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്തുകൊണ്ടാണ്? അതിന് സ്വസ്ഥമായ ഒരു കുടുംബ ജീവിതം ആവശ്യമാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും വിശ്വസിക്കുക. ചില കാര്യങ്ങൾ ഭാര്യയും കണ്ടില്ല എന്ന് നടിക്കുക, ചില കാര്യങ്ങൾ ഭർത്താവിനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ കുഴപ്പം. അപ്പോ അതുകൊണ്ടാണ് സ്ത്രീ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, വിളക്കാണെന്ന് പറയാൻ കഴിയും. സർവം സഹയാണ് സ്ത്രീ. എല്ലാം ക്ഷമിക്കേണ്ടവളാണ്, എല്ലാം സഹിക്കേണ്ടവളാണ്. ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്നവെന്നാണ് അർത്ഥം. ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ, അങ്ങനെ ഒരു മീനിങ്, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷേ സ്ത്രീ സഹിച്ചില്ല എങ്കിൽ കുടുംബമില്ല. തന്നെ പോലെ എനിക്കും ആകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോകം നശിച്ചു പോകുന്നുള്ള, അങ്ങനെ ആകാൻ പാടില്ല എന്നോ ആശാവാദ സംസ്കാരം അങ്ങനെ തന്നെ ആയിരുന്നു. ആ രീതിയിൽ തന്നെയായിരുന്നു ഭാര്യമാരെ ഭർത്താക്കന്മാരും സ്വീകരിച്ചിരുന്നതും കണ്ടിരുന്നതും സ്നേഹിച്ചിരുന്നതുള്ള. സ്നേഹമില്ലാതെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നുള്ള. അപ്പൊ അത് കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ സ്വതന്ത്ര മീഡിയയാണ് ഓരോ കുടുംബത്തിലും. ഭർത്താവിന് ഭർത്താവിന്റെ ലോകം, ഭാര്യയ്ക്ക് ഭാര്യയുടെ ലോകം, മക്കൾക്ക് മക്കളുടെ ലോകം. അങ്ങനെ വിവിധ ധ്രുവങ്ങളാണ്. അതിനെ നമ്മൾ മനോഹരമായ ഒരു വാക്കിട്ട് വിളിക്കുന്നു ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി പൊട്ടിത്തെറിച്ചാൽ അവസ്ഥ അറിയാം. ഒരു ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? അതിന്റെ ഒരു സ്ഫോടനത്തിന്റെ ഒരു ആഘാതം മനസ്സിലാക്കുക. ഇവിടെ ന്യൂക്ലിയർ സ്ഫോടനങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കേസുകൾ കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. ഇവിടെയൊക്കെ ഈഗോയുടെ പ്രശ്നമാണ്. ഞാനാണോ വലുത്, നീയാണോ? ഞാൻ അങ്ങനെ ഒരിക്കലും ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല. ഒരിക്കലും ജീവിതം കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പറയും ബ്രിട്ടനിലെ കാര്യം, അമേരിക്കയിലെ കാര്യം, ഇതൊക്കെയാണ് സിനിമയിൽ വരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സംസ്കാരമല്ല, അവിടെ ബന്ധങ്ങളില്ല. അവിടെ അച്ഛനും അമ്മയുമായിട്ടും അല്ലെങ്കിൽ മകളും അമ്മയുമായിട്ടും അല്ലെങ്കിൽ സഹോദരനും സഹോദരനായിട്ടും ബന്ധങ്ങൾക്ക് അവർ വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ റിലേഷൻഷിപ്പ്, സെന്റിമെന്റൽ റിലേഷൻഷിപ്പ് ഇല്ല. നമ്മുടെ ജീവിതം സെന്റിമെന്റൽ റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ടാണ് ഇന്നും കുടുംബ കഥകൾ സീരിയലൈസ് ചെയ്യുമ്പോൾ അതിന്റെ പുറകെ നമ്മുടെ പെണ്ണുങ്ങൾ ഉറ്റുനോക്കിയിരിക്കുന്ന അവരുടെ കുറ്റമല്ല. അവരുടെ ജീവിതത്തിൽ അതൊക്കെ കിട്ടിയെങ്കിൽ ഇങ്ങനെ സ്നേഹിച്ച് സംസാരിക്കുന്ന ഒരു അമ്മായിയും എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ സ്നേഹത്തോടെ വന്ന് തൊട്ടുതലോടി സംസാരിക്കുന്ന ഒരു ഹസ്ബൻഡ് എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ബഹുമാനിക്കുന്ന ഒരു മകനോ മകളോ എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ ഒരു ഭാരതത്തിലെ ഒരു സ്ത്രീയുടെ ഉള്ളിലുള്ള വികാരമാണ്. അതൊരു ഭാരത സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ എന്നറിയാം. കാരണം അവർ സീതയെ കണ്ട് വളർന്നവരാണ്. അവർ സീതയുടെ ചരിത്രം കണ്ട് വളർന്നവരാണ്. മേരി മാതാവിന്റെ ചരിത്രം കണ്ട് വളർന്നവരാണ്. യാതൊരു വികാരവും ഇല്ലാതെ ഒരേ ഒരു മകനെ കുരിശിലടിച്ച ശേഷം തിരിച്ചു കൊടുത്തപ്പോൾ യാതൊരു വികാരവും ഇല്ലാതെ മുഖത്ത് നോക്കിയിരിക്കുന്ന അമ്മയെ കണ്ട് വളർന്നവരാണ് അവർ. അവരുടെ പ്രാർത്ഥന കണ്ട് വളർന്നവരാണ്. കാരണം ആ വിധി പോലും അവർക്ക് സഹിക്കാൻ. നിങ്ങൾ മൈക്കലാഞ്ചലോയുടെ പ്രശസ്തമായ പിയത്ത ശില്പം നോക്കുക. ആ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരേ ഇല്ല എന്നുള്ളത്. കാരണം ഏറ്റവും നല്ലവനായ, പ്രിയപ്പെട്ടവരിൽ പ്രിയവനായ, അറിവുള്ളവനായ ഒരു മകൻ, അകാരണമായി നിരപരാധിയായ ഒരു മകന്റെ, നല്ല പ്രായത്തിൽ സുന്ദരനായ മകന്റെ ജഡവും പേര് നിർവികാരയായിരിക്കുന്ന ആ അമ്മയെയാണ് എനിക്ക് ബഹുമാനം. അത് ഭഗവതിയോട് തന്നെയാണ്, ദേവിയോട് തന്നെയാണ്, മേരി മാതാവും അത് തന്നെയാണ്, വേളാങ്കണ്ണി മാതാവും അത് തന്നെയാണ്. ആ ദുഃഖം അവർക്ക് ഒരു പ്രതികരണം ഇല്ലായിരുന്നല്ലോ. അന്നത്തെ ഭരണപക്ഷത്തോട് ശോഭിച്ചില്ല.
ഒന്നുമില്ല, മകന്റെ വലിപ്പം അവർക്ക് അറിയാമായിരുന്നുള്ള ആ അമ്മയുടെ വലിപ്പം നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇന്ന് മേരി മാതാവ് നമുക്ക് മാതാവായത്. വേളാങ്കണ്ണി മാതാവായത് അതുകൊണ്ട് തന്നെയാണ്. ആ സംസ്കാരത്തിൽ വളർന്നവരാണ് നമ്മളെല്ലാം. ആ രീതിയിലുള്ള സീരിയലുകൾ വരുമ്പോഴാണ് നിൽക്കുന്നത്. അത് സിനിമയിലില്ല. ഒരു കാലഘട്ടത്തിൽ 1960 മുതൽ 71 വരെ മലയാള സിനിമയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രേക്ഷകനായിരുന്ന കാലമുണ്ട്. 60-ന് മുമ്പുള്ള കാലഘട്ടം എനിക്ക് അറിഞ്ഞൂടാ, കേട്ടുകൊള്ളി മാത്രമേ ഉള്ളൂ. ഭക്തിപ്പടങ്ങൾ കാണാൻ വേണ്ടി എന്റെ മുത്തശ്ശി എന്നെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭ തിയേറ്ററിൽ കൊണ്ടുപോയതും ശ്രീരാമൻ, രാവണൻ, ഹനുമാൻ ഇങ്ങനെ ഹലോ ഇങ്ങനെ കുറെ ഭക്തിപ്പടങ്ങൾ കണ്ടു. അതിനെപ്പറ്റി അറിയില്ല. ഒരു ഈശ്വര വിശ്വാസം വന്നു. സത്യമേ ചെയ്യാവൂ, ധർമ്മമേ ചെയ്യാവൂ, അല്ലെ ധർമ്മമേ നടത്താവൂ, അങ്ങനെയൊക്കെ ചില ചിന്തകളുണ്ട്. അത് കഴിഞ്ഞാൽ 60 മുതലാണ് ഞാൻ പ്രേക്ഷകനാണ്. അന്ന് ഇന്നത്തെ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു ഞായറാഴ്ച ഒരു മാറ്റിനിക്ക് പോകാം, അത് 1 രൂപ തരും. ആ 1 രൂപ കൊണ്ട് വൈകുന്നേരത്തെ കാപ്പൂടി നടത്തണം, സിനിമയും കാണണം. അങ്ങനെ കണ്ട കൂട്ടത്തിൽ പ്രേം നസീർ, ശാരദ, സത്യൻ, കൊട്ടാരക്കര തുടങ്ങിയവരുടെ നല്ല കുടുംബകഥകൾ എന്ന കേരളത്തിലെ എണ്ണപ്പെട്ട കരുത്തുറ്റ നോവലിസ്റ്റുകളുടെ നോവലുകളായിരുന്നു സിനിമയാക്കിയത്. അന്ന് നിർമ്മാതാക്കൾ ഇത്തരം നോവലുകൾ വായിക്കുമായിരുന്നു. അത്തരം നോവലുകൾ കറണ്ട് ബുക്സിലോ NBSCന്നോ അന്ന് DC ബുക്സ് വന്നിട്ടില്ല. അവിടെ ചെന്നിട്ട് ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗത്ഭരായ നോവലിസ്റ്റുകളുടെ ബുക്കുകൾ എടുത്ത് വായിച്ചു കഴിഞ്ഞ ശേഷം ഇത് സിനിമയ്ക്ക് പറ്റിയ കഥയാണ്. ആ നിർമ്മാതാവ് അന്ന് നോക്കിയിരുന്നത് ശക്തമായ കുടുംബ ബന്ധത്തിന്റെ കഥയുണ്ടോ, ഇത് അപ്പനും അമ്മയ്ക്കും പ്രായമായ പെൺപിള്ളേർക്കും ആങ്ങളമാർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണോ, ഇത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു ഉളുപ്പമില്ലാതെ മുത്തച്ഛൻ ഉൾപ്പെടെ കൊച്ചുമക്കൾ അടക്കം ഒരു കസേരയിൽ ഇരുന്ന് ഒരുമിച്ച് കാണാവുന്ന വിഷയമാണോ ഇതിൽ എന്നുള്ളത് വളരെ നിർബന്ധമായി നിർമ്മാതാക്കൾ ചിന്തിച്ചിരുന്നു. ഇന്നതില്ല. ഇന്ന് കൊച്ചുമോളോടൊപ്പം സിനിമ കാണാൻ മുത്തച്ഛൻ മടിക്കുന്നു. ഭാര്യയോടൊപ്പം ഭർത്താവിരുന്ന് കണ്ട് സഹിച്ചേ ഒക്കുള്ളൂ. അത് അവര് തമ്മിലായിക്കോട്ടെ. പക്ഷേ മൂത്ത 10-18 വയസ്സായ മകളോടൊപ്പം സിനിമ കാണാൻ പറ്റുന്നില്ല. പല സിനിമകളും കാണാൻ പറ്റുന്നില്ല. അതിലൊക്കെ ഞാൻ പങ്കാളിയായിട്ടുണ്ട്. അതിന്റെ തൊഴിലായതുകൊണ്ട് പങ്കാളിയാവുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദീപസ്തംഭം, മഹാശരി നമുക്ക് കിട്ടാൻ പോകണം. ഇതിലൊന്നും ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ പട്ടിണിയാവും. നിങ്ങളാരും ജാപ്പാട് കൊടുക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് എന്റെ ആവശ്യമാണ് അത് ചെയ്യാന്നുള്ളത്. പക്ഷെ അന്നത്തെ നിർമ്മാതാക്കൾ 1960 മുതൽ 75 നിർമ്മാതാക്കൾ അങ്ങനെയാണ് നമുക്ക് ഭിക്ഷിയും യക്ഷി വാഴമായ അനുഭവങ്ങൾ, പാളിച്ചകൾ, അങ്ങനെയൊക്കെ നിരവധി പടങ്ങൾ, നിരവധി നല്ല ചിത്രങ്ങൾ കിട്ടിയത് അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ നിർമ്മാതാക്കൾ പൊതുവെ അവരിലുള്ള വായനാശീലം കുറഞ്ഞു. നല്ല എഴുത്തുകാരേതാണ്, നല്ല കൃതികൾ ഏതാണ് എന്ന ഇവിടത്തെ അവസ്ഥയായി. അക്ഷരാഭ്യാസമില്ലാത്തവർ നിർമ്മാതാക്കളായി വന്നു. അക്ഷര വിരോധികൾ സിനിമ എടുക്കാൻ തുടങ്ങി. പ്രതിഭ അശേഷമില്ലാത്തവർ മറ്റു വിവിധ രംഗങ്ങളിലേക്ക് വന്നു. അങ്ങനെ ഒരു അപജയം ഇതിനകത്ത് വന്നു. അവർക്ക് സമൂഹത്തിന് എന്ത് ആവശ്യമുണ്ടോ അത് കാണിക്കുക. ബഹളം കാണിച്ചാൽ ബഹളം ചെയ്യുക. നമസ്കാരം. അപ്പോ ഹിംസ ചെയ്താൽ അതിന് കയ്യടി കിട്ടുമെങ്കിൽ അത് കാണിക്കുക. കാരണം കോടിക്കണക്കിന് കാശ് മുടക്കുന്ന നിർമ്മാതാവിന് അത് തിരിച്ചു കിട്ടണമെന്നാണ് ആഗ്രഹം. ബിസിനസ്സാണ്. ജാക്ക്പോട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗാംബ്ലിംഗ് ബിസിനസ്സാണ് സിനിമ എന്നുള്ളത്. അങ്ങനെ ഇരട്ടി ലാഭം ഉണ്ടാക്കാം എന്നുള്ള കരുതി നിർമ്മാതാക്കൾ വന്നു. ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ കൊടുക്കുന്നു. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കൊടുത്താലല്ലേ കാണും. അതിൽ ഏറ്റവും നല്ല ആശയമുള്ള ചിത്രങ്ങൾ ദയനീയ പരാജയം അടയുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ സിനിമാ വ്യാകരണത്തിനനുസരിച്ചെടുത്ത ചിത്രങ്ങൾ പരാജയം അടയുകയാണ് സിനിമയിൽ. കാരണം സമൂഹത്തിന് സത്യത്തിനോടോ ധർമ്മത്തിനോടോ നീതിയോടോ കുടുംബ ബന്ധങ്ങളോടോ യാതൊരു താല്പര്യമില്ലാതെ വന്നിരിക്കുന്നു എന്നല്ലേ ഇതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ആ താല്പര്യം ഇല്ലാതിരിക്കാൻ കാരണം? ഓരോ സന്തതികളെ പടച്ചു വിടുമ്പോൾ നോക്കേണ്ട സമയത്ത് മാതാപിതാക്കൾ അവരെ നോക്കാതെ, അവരതിന്റെ രീതിയിൽ ശ്രദ്ധിക്കാതെ, ആ രീതിയിലുള്ള അഡോളസെന്റ് പീരീഡ് എന്നൊരു പീരീഡ് ഉണ്ട്. വിദ്യ എന്ന് പറഞ്ഞ പഠിക്കുന്നത് തന്നെ ആദ്യത്തത് വീട്ടിൽ നിന്നും, പിന്നെ മാതാപിതാക്കളിൽ നിന്നും, രണ്ടാമത് സുഹൃത്തുക്കളിൽ നിന്നും, മൂന്നാമത് അധ്യാപകരിൽ നിന്നുമാണ്. അങ്ങനെ ഈ ദിശകളിലാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത്, അറിവ് പൂർത്തിയാകുന്നത്. അതിൽ
ഗവനിക്കേണ്ട പ്രായത്തിൽ വീട്ടിൽ ഗവനിക്കാൻ ആളില്ല. അത് കഴിഞ്ഞാൽ അല്ലാത്ത കൂട്ടുകാരോടൊപ്പം കുട്ടികൾ സ്വതന്ത്രമായി ഇടപെടാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ജീവിത ചെലവ് നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭാര്യയും ഭർത്താവും വീട്ടിലെ മാതാപിതാക്കൾ ജോലിക്ക് നിർബന്ധിതരാകുമ്പോൾ കുട്ടിയെ വേലക്കാരുടെ സംരക്ഷണയിൽ കൊടുത്തു പോകുന്നു. അത് കഴിഞ്ഞാൽ 5:30 മണി വരെ വേലക്കാരുടെ ചില വിക്രിയകൾ ഈ കുട്ടികൾ വിധേയനാകുന്നു അല്ലെങ്കിൽ വിധേയരാകുന്നു. ഇതൊന്നും മാതാപിതാക്കൾ അറിയുന്നില്ല. അത് കഴിഞ്ഞാൽ 10-12 വയസ്സ് കഴിയുമ്പോൾ അവർ ആ കുഞ്ഞ് വേലക്കാരിയെ സ്നേഹിക്കുന്നതിൽ അത്ഭുതമില്ല, അമ്മയോട് വെറുപ്പ് തോന്നുന്നതിൽ അത്ഭുതമില്ല. അത് കഴിഞ്ഞാൽ 10-18 വർഷം കതിരിന്മേ കൊണ്ട് വളം വെച്ച പോലെ ഈ 18 വയസ്സായി കഴിയുമ്പോൾ സ്വതന്ത്രമായി അവന് പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ യാതൊന്നും അറിയില്ല. അവൻ അതിനുവേണ്ട കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവൻ നാളെ ഒരു ക്രിമിനലായി കഴിഞ്ഞാൽ ആദ്യം കുറ്റം പറയുന്ന മാതാവിനല്ലേ ആയിരിക്കും. എങ്ങനെയാടാ നീ എന്റെ വയറ്റിൽ ജനിച്ചത്? വയറ്റിലല്ലാതെ പിന്നെ എവിടെ ജനിക്കാൻ? അപ്പോ നമ്മുടെയും കുറ്റങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് സാംസ്കാരിക ച്യുതി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ സിനിമാക്കാർക്ക് ഇപ്പൊ സാംസ്കാരിക ച്യുതി എന്ത് നടക്കുന്നു അത് ചിത്രമാക്കുക എന്നോ. മകന്റെ അച്ഛന്റെ സിനിമ നിങ്ങൾ കണ്ടു കാണും. ആധ്യാത്മികം വിറ്റ് കാശാക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾ കുറച്ചുപേര് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നത് നടക്കുന്ന ഒരു സംഗതിയാണ്. ആര് കാഷായ കൊടുത്താലും സ്വാമിയാണ്. എന്ത് പറഞ്ഞാലും അവിടെയും കുറെ ആൾക്കാരെ കാണും മുട്ടൂത്തി വീഴാൻ. റിട്ടയർഡ് ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി വരെ ഇങ്ങനെ കൈതൊഴുത് നിൽക്കുകയാണ്. അതാണ് ഭാരതം. വിശ്വാസങ്ങൾ വരെ. അത് കഴിഞ്ഞാൽ ഇപ്പോ TV സീരിയലിൽ കാണുന്നുണ്ട് സർവമംഗളമാങ്ക. ഇതിനു മുമ്പ് വരെ എനിക്ക് ശങ്കരാചാര്യ വിരചനമായ ശ്ലോകം ഞാൻ പാടുന്ന ആളാണ്, പലപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് സമയം കിട്ടുമ്പോഴൊക്കെ. ഇപ്പൊ ഒരു നടിയുടെ മുഖമാണ് എന്റെ മനസ്സിൽ വരുന്നത്. രവി വരുമ്പോ വരച്ച ചിത്രമൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പോയി. അതിന് പകരം സർവമംഗള മാംഗല്യേ എന്നുള്ള കേൾക്കുമ്പോൾ എനിക്ക് ഒരു മനസ്സമാധാനമുണ്ട്. കാരണം മുഖം മാറുന്നില്ല. കാരണം എന്റെ മനസ്സിന്റെ സ്ഥിരത എനിക്ക് തെറ്റുന്നു. ഞാൻ ഉള്ളിൽ വർഷങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു രൂപം എനിക്ക് മാറുകയാണ്. അത്തരം കീർത്തനങ്ങൾ പോലും ഇത്തരം സീരിയലുകളിൽ ചൊല്ലാൻ പാടില്ല എന്നുള്ളത് ഒരിക്കലും. അത് പ്രാർത്ഥനകളാണ്. അത് അതിൻ്റെതായ പവിത്രത കൊടുക്കണം. അല്ലാതെ വേറെ പുതിയ പുതിയ രചയിതാക്കളെ കൊണ്ട് പുതിയ രീതിയിൽ വല്ലതും എഴുതി വേണം ചേർക്കാൻ. ലബ്ധപ്രതിഷ്ഠമായ പ്രാർത്ഥനകളൊന്നും തലമുറകളായിട്ട് ചൊല്ലി വന്നിരുന്ന പ്രാർത്ഥനകളൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമാ കലയ്ക്കോ ദൃശ്യകലയ്ക്കോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ആ സംസ്കാരം വരെ മറന്നുപോയിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരിൽ മുത്തശ്ശിമാർ ചൊല്ലുന്ന കേട്ടിരിക്കാം, അവരുടെ മുത്തശ്ശിമാർ ചൊല്ലുന്ന കേട്ടിരിക്കാം. അത് ഞാൻ താടിയും വെച്ചിട്ട് എന്റെ പശ്ചാത്തലത്തിൽ ചൊല്ലിയാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? ഭയങ്കരമായ മാനസികമായ ഒരു ജർക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാണാൻ എനിക്ക് വേറൊരു മുഖത്ത് കാണാൻ സാധ്യമല്ല എന്നുള്ളത്. അതും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പൊ വേളാങ്കണ്ണി മാതാവിനെ കണ്ട് ഞാൻ മനസ്സിൽ സ്തുതിക്കുന്ന സ്തുതി എനിക്ക് വേറൊരു മുഖം എനിക്കവിടെ താല്പര്യമില്ല. അതെന്റെ ജന്മനാവുള്ള ഇഷ്ടമാണ്. അതും സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പൊ സമൂഹത്തിൽ എന്തുണ്ടോ അത് കാലാകാലങ്ങളിൽ കാശിന് വേണ്ടി തിരിച്ച് ഞങ്ങൾ സിനിമാക്കാരെല്ലാവർക്കും കൂടെ ചേർന്ന് നിങ്ങൾക്ക് തന്നെ തരുന്നതും നിങ്ങൾ തന്നെ അത് കാണുന്നതും നിങ്ങൾ തന്നെ കൈയടിക്കുന്നതും ആ സംസ്കാരം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചിത്രങ്ങൾ കാണുകയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ, നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള ചിത്രങ്ങളെ നിർമ്മാതാക്കൾക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. എവിടെ കയ്യടി കിട്ടുന്നുവോ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ. ഇതൊരു വലിയ ബിസിനസ്സാണ്. 2 കോടി 3 കോടി 4 കോടി മുടക്കുന്ന നമ്മളിൽപ്പെട്ട ഒരു സഹോദരൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഭൂസ്വത്ത് പണയപ്പെടുത്തി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരു കച്ചവടമാണ്. അതിൽ യേശുദാസിന്റെ ഒരു പാട്ട് വേണം, മമ്മൂട്ടിയോ മോഹൻലാലോ വേണം, യതീഷുമാർ വേണം, ഇന്നസെന്റ് വേണം. ഇതൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഇപ്പോ ഈ ഒരു സെറ്റ് മാറും. അങ്ങനെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ 10 വർഷം കഴിഞ്ഞാൽ വേറെ ഒരു പുതു നിര തന്നെ വരും. പക്ഷേ ഞങ്ങളൊക്കെ കളിമണ്ണുകളാണ്. കളിമണ്ണ് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടല്ല, തല കൊണ്ടല്ല. നമ്മൾ ഏത് രീതിയിലും മോൾഡ് ചെയ്യാം. ഈ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് സംവിധായകന്റെ ചുമതല, നിർമ്മാതാവിന്റെ ചുമതല. അപ്പോ നമ്മുടെ സംസ്കാരത്തിന് ചേരാത്തതൊന്നും ഒരു കഥയാക്കി എടുക്കുകയും അത് കഴിഞ്ഞാൽ പുതിയ തലമുറ വഴിതെറ്റി പോകും എന്ന് വിചാരിക്കും. അത് ആ
ഉദ്ദേശശുദ്ധിയോടുകൂടി ഒരു നിർമ്മാതാവ് നിർമ്മിക്കുകയും അത്തരം ചിത്രങ്ങളെ ഇനി കേരളത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 100% നമ്മുടെ സംസ്കാരം എന്താണോ അത് തന്നെയായിരിക്കും സിനിമയിൽ പ്രതിഫലിക്കുന്നത്. നിർമ്മാതാക്കൾ ചോദിച്ചപ്പോൾ ആൾക്കാർക്ക് അതൊന്നും വേണ്ട, ആൾക്കാർക്ക് വേണ്ടാത്തതല്ല, ഞങ്ങൾ കാണിക്കുക, നിർമ്മാതാവ് കാണിക്കാതെ നിങ്ങൾക്ക് കാണാൻ. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് പടം പിടിച്ചിട്ട് പിന്നെ പെൺപിള്ളയായിട്ടെന്ന് കാണുകയല്ലോ, കാശ് മുടക്കിയിട്ട് വീഡിയോ ക്യാമറ എടുത്ത് വീട്ടിൽ കാണുന്ന കാര്യമല്ലല്ലോ. ഈ കേരളത്തിലെ എമ്പാടുള്ള തിയേറ്ററിൽ ഈ നിർമ്മാതാവ് സംവിധായകൻ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണല്ലോ ഒരു പ്രോഡക്റ്റ് തരുന്നത്. ആ പ്രോഡക്റ്റ് തരുന്നതിൽ മൈനസ് പോയിന്റ്സിനൊക്കെ കയ്യടി കിട്ടുന്നു എന്നുള്ള ഇപ്പൊ ഏറ്റവും വലിയ ധാർമ്മികമായ പിന്നെ മൂല്യച്യുതി എന്ന് പറയും. പ്ലസ് പോയിന്റ്സ് ഒക്കെ സൈലന്റ് ആണെന്ന്. അത് ഒരു 60 വയസ്സിന് മേളിലുള്ളവർ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ള ഒരു അധ്യാപകന്റെ, സത്യസന്ധനായ ഒരു അധ്യാപകന്റെ കഥ എടുത്താൽ ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുന്നു. ഞാനൊക്കെ സത്യസന്ധനായ അധ്യാപകനെ സ്നേഹിക്കുന്നവരാണ്. ഇന്നും അധ്യാപകൻ 80-85 വയസ്സായി എവിടെങ്കിലും ഒരു ആരാധനാലയത്തിൽ കാണുമ്പോൾ ഞാൻ മുമ്പിൽ പോയി തൊഴും. സാർ എടോ ഇയാൾ എങ്ങനെ ഇരിക്കുന്നു, ഇയാളുടെ പടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. ആ ഗുരുശിഷ്യ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഇപ്പൊ ഞാൻ കാണുന്നത് 18 വയസ്സുകാരനെ ഒരുത്തനും അവനെ പഠിപ്പിക്കാൻ അധ്യാപകനും ബാറിൽ കൈയും കൊണ്ടിരുന്ന് സ്മാളടിക്കും. ഫ്രണ്ട്ഷിപ്പ് ചോദിച്ചാൽ പറയും ജനറേഷൻ ഗ്യാപ്. അതായത് പണ്ട് അവന്മാർ കുട്ടികളെങ്ങനെ സാറിനൊക്കെ തൊഴുതോണ്ടിരിക്കും. ഈ സാറിന് പറ്റുന്ന എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ മുമ്പിൽ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള വെസ്റ്റേൺ സംസ്കാരം എന്ന് വേണേൽ പറയാം. വെസ്റ്റേൺ സംസ്കാരത്തിൽ ബന്ധങ്ങളില്ല എന്നുള്ള. ഈ സ്റ്റുഡന്റ് നാളെ മോശപ്പെട്ട് പെരുമാറി കഴിഞ്ഞാൽ, ക്ലാസ്സിൽ ബോറായി കഴിഞ്ഞാൽ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത് ഈ അധ്യാപകൻ തന്നെയായിരിക്കും. ഫസ്റ്റ് ഡിസ്മിസ് ആയിരിക്കും. അപ്പൊ ഈ സ്റ്റുഡന്റ് പറയാൻ നോക്കില്ല, യെസ്റ്റർഡേ വി ഹാഡ് ദാറ്റ് വാസ് യെസ്റ്റർഡേ, ദിസ് ഈസ് ടുഡേ, യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നുള്ള വിഷയം വേറെയാണ്. സോ യു ആർ സസ്പെൻഡഡ് നൗ. ഇവിടെ അതല്ല, ഈ സെന്റിമെന്റ്സ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് വലിയ ആഗ്രഹമാണ്. ഈ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ആഗ്രഹമുള്ള കഥകളെല്ലാം ഇവിടെ വിജയിച്ചിട്ടുണ്ടെന്നുള്ളത്. നോവലുകൾ വിജയിച്ചിട്ടുണ്ട്, സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് സിനിമാ സംസ്കാരം എന്നുള്ളത് പുതിയ സംസ്കാരമില്ല. സമൂഹത്തിൽ കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന സംസ്കാരം തന്നെയാണ് സിനിമയിൽ. ഇപ്പോ സംസ്കാരത്തിന് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. ഇവിടെ പെറ്റതാളയെ കൊല്ലുന്നവന് കയ്യടിയും അപ്പന്റെ കർണത്തടിക്കുന്നവന് കയ്യടിയാണ് ഇപ്പോ. അത് കുറച്ചു കാലത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ ഇതെല്ലാം മാറി ഒരു പുതിയ പ്രഭാതം വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ അനുഭവങ്ങൾ, കാഴ്ചകൾ, വാഴ്വ്യമായ അങ്ങനെയുള്ള പല പല ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്ന പല ഞാൻ കണ്ട ചിത്രം പലതും ഓർമ്മയിൽ എനിക്കുണ്ടോ. അത് ആ രീതിയിൽ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഇച്ചിരി പരിഹാസത്തിൽ പറഞ്ഞെങ്കിലും ഇന്ന് ടിവികളുടെ മുമ്പിലാണ് ഏറ്റവും കൂടുതൽ അല്പമെങ്കിലും കുടുംബ ബന്ധത്തെ പറ്റി പറയുന്ന സീരിയലുകളിൽ അവിടെ മാത്രമേ ഉള്ളൂ. മറ്റതൊരു തമാശയായിട്ട് പറഞ്ഞാണ്. കാരണം വീട്ടിലെ ഗ്രഹനായകന്മാർ ഭർത്താവിൻ്റെയോ പിള്ളേരുടെയോ കാര്യം പോലും ശ്രദ്ധിക്കാതെ ടിവിയുടെ മുമ്പിൽ അങ്ങനെ ഒരു സിനിമ അവർക്ക് സിനിമ തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ്. തിയേറ്ററിൽ ചെന്നാൽ ഈ പറഞ്ഞ പോലെ വയലൻസ് മാത്രമേ. ഇതൊന്നുമില്ലാതെ ഒരു അമ്മ കുട്ടിയോട് സംസാരിക്കുന്നതും കുട്ടിയെ താലോലിക്കുന്നതും കുട്ടിയെ മാമോദിസ മുക്കുന്നതും കുട്ടിയെ 28 കെട്ടിക്കുന്നതും ഒക്കെ ഇന്ന് TV സ്ക്രീനിലെ കാണാൻ സൗകര്യമുള്ളൂ. ഏതൊരു മാതാവും ഏതൊരു സ്ത്രീയും കാണാൻ ആഗ്രഹിക്കുന്ന ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരവിടെ ഇരിക്കുന്നത്. സിനിമയിൽ ഇപ്പൊ അങ്ങനെ സിനിമയിൽ 28 കണ്ടിട്ട് കാലം കുറേ, ഞാൻ അഭിനയിച്ചിട്ടും കാലം കുറേ. ഒരു കുഞ്ഞിനെ 28 കെട്ടിക്കുന്ന സീനില്ല, ഈ നൂൽച്ചരട് കെട്ടിക്കുന്ന സീനില്ല, മാമോദിസ മുക്കുന്നതായിട്ടില്ല. കഴിഞ്ഞ 37 വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ആദ്യകാലങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യ പടങ്ങളിലൊക്കെ ആദ്യം മാമോദിസ മുക്കലിന് പങ്കുചേരുന്നതായിട്ടും കുട്ടിക്ക് 28 കെട്ടുന്നതായിട്ടും ഇപ്പൊ വിവാഹത്തിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ അല്ലാതെ അത്തരം ആചാരങ്ങളോടൊന്നും സ്ക്രീൻ പ്ലേയിൽ വലിയ പ്രാധാന്യമില്ലാതായി മാറിയിരിക്കും. ഇപ്പം സാമൂഹ്യമായ അല്ലെങ്കിൽ സോഷ്യൽ ക്രിറ്റിസിസത്തിന് പ്രാധാന്യം. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സിനിമയിൽ നിൽക്കുന്ന ഒരു സംസ്കാരത്തിന് സ്ഥായിയായ ഭാവമില്ല. കാലാകാലങ്ങളിൽ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുവോ അത് സിനിമയിൽ അതിഭാഗത്വത്തോടി കാണിക്കുകയാണ്. എക്സാജറേഷനോടുകൂടി സിനിമയിൽ കാണിക്കും. ഒരു സിനിമ നിങ്ങൾ കാണുമ്പോൾ ആ രാജ്യത്തെ സംസ്കാരം അതാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ കാണുമ്പോൾ നമ്മൾ വയലൻസ് കാണുന്നുവെങ്കിൽ വയലൻസ് ആണ് സമൂഹത്തിൽ കൂടുതൽ. എന്തുകൊണ്ടത് ഉണ്ടായി, എങ്ങനെ അത് പരിഹരിക്കാമെന്നുള്ള അവസ്ഥ വേറെ. അത് കഴിഞ്ഞാൽ ആത്മീയമാണ് അവരുടെ ഉണർവെങ്കിൽ ആത്മീയ വെച്ചത്. എത്ര കാലമായി നമുക്ക് ഒരു ചരിത്ര സിനിമ കിട്ടിയിട്ട് ഒരു പഴശ്ശിരാജ ഈ അടുത്ത കാലത്താണ് കിട്ടിയത്. അത് കോടീശ്വരൻ നിർമ്മാതാവ് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞാൽ ഭക്തിപ്പടം നമുക്കില്ല, ഭക്തിയുള്ള പടമില്ല, അതിന് ആളുകൾ കയറിയില്ല എന്നാണ് നിർമ്മാതാവ് പറയുന്നത്. അപ്പൊ ഭക്തിക്ക് സ്ഥാനമില്ലേ? എന്നാ എല്ലാവരും ഉണ്ടല്ലോ.
ഭക്തിയുടെ കാര്യത്തിൽ MLA രാജിവെച്ചില്ല ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടി. എന്റെ ആദർശങ്ങൾ പിന്തിരിയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഭക്തി നിലനിൽക്കുന്നില്ലേ? അതുകൊണ്ടുള്ള ദേവി ഭാഗവതത്തിനും മറ്റേ മഹാത്മ്യത്തിനും ഒക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉള്ളത്. അപ്പൊ ഭക്തി മനുഷ്യന്റെ മനസ്സിലുണ്ട്, പുറത്തു പറയാൻ മാത്രം ബുദ്ധിമുട്ട്. ഭക്തി സ്ത്രീകൾ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഭക്തകൾ ഇപ്പൊ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ. ഒന്ന്, അവരുടെ പുരുഷന്മാരെ നിലനിർത്താനും കുട്ടികൾക്ക് നല്ലത് വരാനും വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം പണ്ട് ആറ്റുകാലിൽ മാത്രമേ പൊങ്കാല ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏത് സ്ഥലത്തും പൊങ്കാല കാരണം സൈക്കിൾ യാത്രക്കാരോട് പോകാൻ പറ്റാത്ത അവസ്ഥയെ. എവിടെ നോക്കിയാലും കലവും ചട്ടിയും കുടവും ഒക്കെ ആയിട്ട് നടക്കുക. ഈ പൊങ്കാല നല്ലൊരു ആദായ മാർഗമാണ് പലർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പബ്ലിക് ന്യൂസൻസ് ആയിരിക്കണം പല കാര്യത്തിൽ. ചിലപ്പോൾ ഹിന്ദുക്കൾ ഒബ്ജക്റ്റ് ചെയ്യണം. ഞാൻ വലിയ വിശ്വാസം തന്നെയാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ശബരിമലയിലേക്ക് പോകുന്ന ആളാണ്. വിശ്വാസങ്ങൾ വേണം. അത് മറ്റുള്ളവരെ ഹനിച്ചിട്ടാകട്ടെ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാകട്ടെ, മനസ്സാ വാച കർമ്മണ ആരെയും ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് ഹിന്ദു തത്വശാസ്ത്രം. ഇത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പിന്നെ പ്രവൃത്തി കൊണ്ടും ഒക്കെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഇതൊക്കെ സിനിമയിൽ കാണിച്ചാൽ ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെടും. കാരണം കാലഘട്ടം അങ്ങനെയാണ്. അതാണ് ധാർമ്മിക ച്യുതി സംഭവിച്ചിരിക്കുന്നത്. വിശ്വാസങ്ങൾ നമുക്ക് വേണം. ആ വിശ്വാസങ്ങൾ നമ്മളോടൊപ്പം. അത് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കൊഴിക്കരുത്, തൊഴിലുമായിട്ട് കൂട്ടിക്കൊഴിക്കരുത്, മനുഷ്യനുമായിട്ട് കൂട്ടിക്കൊഴിക്കരുത്. നമ്മുടെ രാജ്യം അങ്ങനെയാണ്. ആ ഒരു സമത്വവും ആ സ്ഥിതി സോഷ്യലിസത്തെക്കാൾ കൂടുതൽ സമത്വമാണ് നമുക്ക് വേണ്ടത്. മറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളാണ് നമ്മുടെ വിശ്വാസങ്ങളാണ് കുടുംബത്ത് മാത്രം. അത് കഴിഞ്ഞ് നിങ്ങൾ പൊതു സദസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യരാണ്. ഇവിടെ മനുഷ്യർ മാത്രമാണുള്ളത് എന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ മനുഷ്യർ മാത്രമാണ്. എന്നെ സംബന്ധിച്ച് ഇവിടെ ഇസ്ലാമില്ല, ഹിന്ദുവില്ല, ക്രിസ്ത്യാനിയില്ല, ഒന്നുമില്ല. മനുഷ്യർ മാത്രമാണ്. അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുകയും അങ്ങനെ മനുഷ്യർക്ക് വേണ്ടിയുള്ള സിനിമ എടുക്കുന്നതാണ് ഉത്തമമായ സംസ്കാരം. ആ സംസ്കാരം വരും വിചാരിക്കാം. ഐ വെൽക്കം മിസ്റ്റർ ശരത് കുമാർ to the stage. Thank you very much. Our guest, and the rest of the time you will be leaving. So wish you all the best. Now the veteran actor Mr. Sharath Kumar has come. This meeting with you. Welcome, please. Say happy New Year, Mr. Sharath. Please. I appreciate your performance in Pakistan Raja. So thank you very much.